ഹായ് ഓൾ. കോഴിക്കോട് കണ്ണൂരൊക്കെയല്ലേ ഏറ്റവും കൂടുതൽ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു അടിപൊളി സ്നാക്കാണ് ഈ പെട്ടിപ്പത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ഒരു പാത്രത്തിലേക്ക് ഒരു അര കപ്പ് ഗോതമ്പ് പൊടി, അതേപോലെ ഒരു കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പം വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പം അധികം ലൂസായി പോകാൻ പാടില്ല, കുറച്ച് കട്ടിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. അപ്പം മാവ് റെഡി ആയിട്ടുണ്ട്, നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മസാലയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം എണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് ചോപ്പ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തെടുക്കാം. അപ്പം വേഗം ഒന്ന് വാടി വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, അതേപോലെ ഒരു അര ടീസ്പൂൺ മുളകിൻ്റെ പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പം ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ചിക്കനാണ്. ഞാനിത് ചിക്കന് പൊരിച്ചെടുത്തതാണ്. അപ്പോൾ ഉപ്പും മുളകും മഞ്ഞളും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം പൊരിച്ചെടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. അതേപോലെ ചിക്കൻ ഇല്ലാണ്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ മുട്ടയും കൂടി നമ്മൾ ചേർക്കുന്നതുകൊണ്ട്. ഇനി ഇതും കൂടി നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് മുട്ടയാണ്. അപ്പം ഞാനൊരു 4 മുട്ടക്കാണ് ഈ പെട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവില്ലേ, അതിൽ നിന്ന് ഒരു ഉരുള എടുക്കുക. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ മാവ് എടുക്കുമല്ലേ, അപ്പോൾ അതിനെക്കാട്ടിയും കുറച്ചും കൂടി ചെറിയ ഉരുളയാക്കിയിട്ട് വേണം ഇതിനെ എടുക്കാൻ. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നല്ല നൈസായിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാം. അതേപോലെ ഈ പെട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഇതേപോലെ 2 ഷീറ്റ് വേണം. അപ്പോൾ ഇതേപോലെ തന്നെ ഒരേ അളവിലുള്ള 2 ഷീറ്റ് വേണം നമ്മൾ പരത്തിയെടുക്കാൻ. അപ്പോൾ ഇതേപോലത്തെ 2 ഷീറ്റ് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി മുട്ട 2 പകുതിയാക്കി എടുത്തിട്ട് അതിൽ നിന്ന് ഒരു പകുതിയാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ മുട്ടയും ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. അപ്പം ഇത് ഈ മാവിൻ്റെ നടുക്ക് വേണം ഈ മസാല വെച്ച് കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഈ മുട്ട വെച്ച് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട്. അപ്പം പൊട്ടിപ്പോകാത്ത രീതിയിൽ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാനൊരു പിസ്സ കട്ടറാണ്, അപ്പം അതിനെ കൊണ്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം 4 കോണായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. പട്ടത്തിലും വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം അധികം മസാലൻ്റെ അടുത്താക്കിയിട്ട് കട്ട് ചെയ്യാണ്ട് കുറച്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ ഈ പെട്ടിപ്പത്തിൽ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അതിനായി ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായി വരുന്നതിലേക്ക് ബാക്കിയെല്ലാം കൂടി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പം തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പം നല്ല പൊന്തി വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ, അതേപോലെ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ കണ്ണൂരുകാരുടെ സ്വന്തം പെട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, നോമ്പല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.